പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു, സമാധാനത്തോടെ രാവിലെ എഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള എല്ലാ സമാധാനവും സന്തോഷവും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടട്ടെ. നിങ്ങൾ ഉന്മേഷമുള്ള ആരോഗ്യമുള്ള മുന്നേറ്റത്തിലേക്ക് ഇന്ന് പകൽ നീങ്ങട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാരംഭമായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, പങ്കുവെക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് ഞാൻ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ സന്ദേശം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് ദീർഘമായ ഒരു സന്ദേശം നമ്മൾ പങ്കുവെക്കേണ്ടത്. എന്നാൽ കർത്താവ് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ഒരു ഉപമ പ്രസ്താവിക്കുന്നുണ്ട്. അത് വളരെ ആഴമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുന്ന ഒരു സംഭവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുന്ന ഒരു അധ്യായമാണ്. ദൈവത്തിനു സ്തോത്രം. അതിൻ്റെ 5 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായൊരു ഉപമ നമ്മുടെ കർത്താവ് പങ്കുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ദൈവം നിരാശപ്പെടുത്തുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് മറുപടി നൽകുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? രാവിലെ എഴുന്നേറ്റ് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എനിക്കറിയാം, വീഡിയോ ഒക്കെ കാണുന്നത് പല സമയങ്ങളിലാണ്. രാവിലെ ഒന്നും ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കാറില്ല. എങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കും, കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. കാരണം എനിക്ക് ഒരുപാട് പ്രോത്സാഹനം പലരും നൽകുന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാണ് പാസ്റ്ററെ, അത് എല്ലാ ദിവസവും ഉണ്ടാകണം. ഞങ്ങൾ മറ്റു പലർക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രോത്സാഹനം തന്നെയാണ്. ഞാൻ ചോദിക്കുകയാണ്, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതന് വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നവനോട് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും. അപ്പോൾ ഇതാണ് ആ ഉപമ. താഴോട്ട് നമ്മൾ വായിക്കുമ്പം കാണുവാൻ കഴിയുന്നത്. സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഉപമയ്ക്കകത്ത് വളരെ വ്യക്തമായി കർത്താവ് ഉപമയിൽ കൂടെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച്, നാം പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറരുത് എന്നുള്ള ഉറപ്പ് നമുക്ക് ഇതിൽ കൂടെ നൽകുകയാണ്. സ്തോത്രം. ഞാൻ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി കാണും. 3 പേരാണ് ഇവിടെ ഉള്ളത്. വഴിയാത്രയിൽ ഒരു സ്നേഹിതൻ തൻ്റെ അടുത്ത സ്നേഹിതൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ വരുന്നു. രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ ആ അർദ്ധരാത്രിയിലേക്ക് വീട്ടിലേക്ക് കയറി വന്ന ആ മനുഷ്യനൊന്നും കഴിച്ചിരുന്നില്ല. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ സ്നേഹിതൻ്റെ വീട്ടിൽ ഒന്നും അവന് കൊടുക്കാനായിട്ടില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ 2 സ്നേഹിതന്മാരെ മനസ്സിലായല്ലോ. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്ന് വീട്ടിൽ അതിഥിയായി വന്നു. ആ വീട്ടിലെ സ്നേഹിതന് ഈ വന്നു കയറിയ സ്നേഹിതന് കൊടുക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടുടവനായ ആ സ്നേഹിതന് തൻ്റെ മറ്റൊരു സ്നേഹിതനുണ്ട്. അവൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഈ സ്നേഹിതന് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പ്. ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു സ്നേഹിതനാണ് തൻ്റെ ഈ അടുത്ത സ്നേഹിതൻ. അവൻ അറിയാമായിരുന്നു, അല്ലേ? അങ്ങനെ അറിയാവുന്ന ആളുകൾ, ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ
എനിക്ക് ആവശ്യത്തിനുള്ള ഒരു അത്യാവശ്യ കാര്യത്തിനുള്ള അല്പം പണം തരാനുണ്ട് എന്നെനിക്കറിയാം. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് പലരെയും നമുക്കറിയാം അല്ലേ? അപ്പോൾ തീർച്ചയായും ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ സ്നേഹിതന് തൻ്റെ വീട്ടിൽ വന്ന അതിഥിയേന് വിശപ്പടക്കാൻ കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ തൻ്റെ സമ്പന്നനായ ഒരു സ്നേഹിതനടുത്തുണ്ട്. അവൻ്റെ കയ്യിലുണ്ട്, എപ്പോൾ ചെന്നാലും ഉണ്ട്. അർദ്ധരാത്രിയാണേ, അല്ലാതെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒന്നും അല്ല, അർദ്ധരാത്രിയാണ്. അപ്പോൾ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 3-ാം യാമോ അല്ലെങ്കിൽ 2-ാം യാമോ ഒക്കെ ആയിരിക്കാം. 3-ാം യാമം തന്നെ ആയിരിക്കും. കാരണം 1-ാം യാമം 6 മുതൽ 9 വരെ, 2-ാം യാമം 9 മുതൽ 12 വരെ, 3-ാം യാമം 12 മുതൽ 3 മണി വരെയുള്ള സമയമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 12 മണിക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്നേഹിതന് കൊടുക്കാൻ ഒന്നുമില്ല എന്നുള്ള ആ മാനസിക പ്രയാസം തൻ്റെ അടുത്ത സ്നേഹിതൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. സ്തോത്രം. അപ്പോൾ സമ്പന്ന സ്നേഹിതൻ ഒരു വശത്ത്, വിശന്നു വന്നിരിക്കുന്ന സ്നേഹിതൻ മറ്റൊരു വശത്ത്, ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സ്നേഹിതൻ, ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സ്നേഹിതൻ. വിശന്നവൻ, ആമേൻ, അവന് കൊടുക്കാൻ ഒന്നുമില്ലാത്തവൻ, സമ്പന്നനായ ഒരു സ്നേഹിതൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു സ്നേഹിതനുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തോടെ അവൻ്റെ അടുക്കൽ ചെല്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടരുത് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇവൻ പറയാണ്, എൻ്റെ പക്കൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പലപ്പോഴും ഭാരപ്പെട്ട് നിരാശപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ നസറേയനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ. അതെൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് വന്നേക്കുന്ന കുറവുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തീർച്ചയായും ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ജീവൻ ഉള്ളതിനെ തൃക്കൈ തുറന്ന് തൃപ്തി വരുത്തുന്ന സർവശക്തനായ കർത്താവ്, നിന്റെ ജീവിതത്തിന് വേണ്ടുന്നത് നൽകുവാൻ അവൻ മതിയായവനാണ്. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്ന് ഇരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരുത്തുകയില്ല. ഒന്ന് പായിടാവോ, ഒന്ന് മുട്ടുമടക്കാവോ, ദൈവത്തിങ്കിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്താവോ. നിന്റെ കുടുംബത്തിനകത്തെ സർവ്വ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും ശാരീരികമായാലും മാനസികമായാലും ആത്മീകമായാലും നിനക്ക് വിടുതൽ നൽകുവാൻ കഴിയുന്ന ഒരു നസ്രയനായ ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയണം. ഈ ചെറുപ്പക്കാരൻ അർദ്ധരാത്രിയിൽ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ അവരെ കഥയൊക്കെ അടച്ച് എല്ലാവരും കിടന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആകപ്പാടെ ഒരു ഒറ്റമുറിയുള്ള, അന്നത്തെ കാലത്തെ വീടുകളിലെ ഒറ്റമുറിയുള്ള ഒരു വീടായിരിക്കാം. അവരെല്ലാം കിടന്നു. സ്നേഹിതനും വന്നു കഥകെ മുട്ടി. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം വന്നു, ഞങ്ങൾ എല്ലാവരും കിടന്നിരിക്കുകയാണ്, കുഞ്ഞുങ്ങളും കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് തരാൻ സാധനമുണ്ട്, എഴുന്നേറ്റ് തരാനായിട്ട് പറ്റുകയില്ല. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ അർദ്ധരാത്രി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വീട്ടിൽ ചെല്ലാൻ പാടില്ല. അതാണ് അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമം, അതാണ്. പക്ഷേ ആ നിയമം എല്ലാം തെറ്റിച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ സ്നേഹിതം വന്നിരിക്കുന്നത്. അവൻ പറഞ്ഞു എഴുന്നേറ്റ് തരാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഒക്കെ ഉണ്ട്, പക്ഷേ ബുദ്ധിമുട്ട്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീടിനകത്തേക്ക് വന്ന് ചേരണമോ, നിന്റെ തലമുറയിലേക്ക് വന്നു ചേരണമോ, നിന്റെ സമ്പത്തിലേക്ക് വന്നു ചേരണമോ, നീ ലജ്ജ കൂടാതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന് സ്തോത്രം, ഈ നിർബന്ധ ബുദ്ധിക്കാരനായിരിക്കുന്ന ഈ സ്നേഹിതൻ ആമീൻ തൻ്റെ കൈവശം വന്നു ചേരേണ്ടുന്ന നന്മ താൻ കൈപ്പറ്റി തിരികെ വീട്ടിലേക്ക് പോകുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, ലജ്ജ കൂടാതെ മുട്ടാം. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ, നിന്റെ ഞെരുക്കങ്ങളെ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നിന്റെ ഇല്ലായ്മകൾ മാറട്ടെ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ, ഇന്നുവരെ അനുഭവിച്ച എല്ലാ വ്യഥകളും മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ മഹത്വകരമായ ശക്തി പകരണമേ. കർത്താവേ, ഞെരുക്കങ്ങൾ മാറട്ടെ. ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. ആമേൻ. എല്ലാ ബുദ്ധിമുട്ടുകളും യേശുക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ ഒരു വിടുതൽ എല്ലാ കുടുംബങ്ങളുടെ മേലും ഇറങ്ങിച്ചെല്ലട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തൻ്റെ മക്കളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക്. അനേകർക്ക് ഇത് പ്രയോജനം ചെയ്യട്ടെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.